നമസ്കാരം. കേരള സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ പലതും സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചുകൊണ്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു അവകാശവാദം തന്നെയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉന്നയിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിന്റെയും അക്കൗണ്ട് ജനറലിന്റെയും റിസർവ് ബാങ്കിന്റെയും കണക്കിൽ ഫിക്സഡ് കൺസോളിഡേഷൻ ബഹുമതി അഥവാ സാമ്പത്തിക ഏകീകരണ ബഹുമതി നേടിയ സർക്കാർ യഥാർത്ഥത്തിൽ സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചുകൊണ്ട് നേടിയ അനുമതിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ജീവനക്കാരുടെ വയറ്റത്തടിച്ച് നേടിയെടുത്ത ബഹുമതിയാണത്. അറിയാതെ പോകരുത് സർക്കാരിന്റെ ഇത്തരം ഉൾക്കളികൾ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, DA കുടിശ്ശിക, ലീവ് സറണ്ടർ ഇനങ്ങളിലായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുത്തു തീർക്കാനുള്ള 42,000 കോടി രൂപ കവർന്നെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ബഹുമതി നേടിയെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചെലവ് കുറച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ ജീവനക്കാരെ ക്രൂരമായി അവഗണിക്കുന്നുവെന്ന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന് മറുപടിയായി ധനമന്ത്രിയുടെ പ്രസ്താവനയിലാണ് സർക്കാരിന് അഭിമാനകരമായി ഫിക്സഡ് കൺസോളിഡേഷൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി നൽകിയത്. 11ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളില്ലെന്ന് മേനി നടിക്കുന്നവരും ജീവനക്കാരും ഒരു കാര്യം മനസ്സിലാക്കണമെന്നും പറഞ്ഞവരും ഒരു കാര്യം മനസ്സിലാക്കുക. ശമ്പള പരിഷ്കരണത്തിന് ശേഷം പരിഷ്കരിച്ച അടിസ്ഥാന ശമ്പളവും നിലവിൽ കിട്ടുന്ന ക്ഷാമബത്തയും കൂട്ടിച്ചേർത്താൽ കിട്ടുന്ന തുകയേക്കാൾ കൂടുതലാണ് ശമ്പള പരിഷ്കരണത്തിന് മുമ്പുള്ള അടിസ്ഥാന ശമ്പളവും അർഹമായ മുഴുവൻ DAയും കൂട്ടിയാൽ ലഭിക്കാൻ പോകുന്നത്. സംസ്ഥാന ജീവനക്കാർക്ക് ആ ഇനത്തിൽ പ്രതിമാസം 1,990 രൂപ മുതൽ 14,988 രൂപ വരെ കുറവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവീസ് വെയിറ്റേജ് പോലും ഇല്ലാതാക്കിയ 11ാം ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ഊറ്റം കൊള്ളാൻ ഇടതു സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. ശമ്പള പരിഷ്കരണത്തിന് ശേഷം ഏറ്റവും താഴ്ന്ന വിഭാഗം സർക്കാർ ജീവനക്കാരന്റെ ദിവസ വേതനം 835 രൂപയാണ്. 1.5 കിലോ മത്തിയും 1 കിലോ ഉള്ളിയും വാങ്ങിക്കഴിഞ്ഞാൽ 1/4 കിലോ തക്കാളി പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് കേരളമുള്ളത്. ആ സാഹചര്യത്തിലാണ് ജീവനക്കാർക്ക് ഈ തുക. LDF സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കാതെ കേവലം നിയന്ത്രണങ്ങൾ മാത്രം ഏർപ്പെടുത്തിയതോടെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 15 മാസത്തെ ശമ്പളമാണ് സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിരുന്നുവെങ്കിൽ ജീവനക്കാരന്റെ അവസ്ഥ പറയേണ്ടതില്ല. മെഡിസെപ്പ് പോലെ ഒരു പദ്ധതി ഇന്ത്യയിൽ എന്നല്ല ലോകത്തൊരിടത്തും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന മറ്റൊരു ഉഡായിപ്പ് പദ്ധതിയാണ് ഇത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അതിനാൽ അടിയന്തരമായി ജീവനക്കാർക്ക് കുടിശ്ശികകൾ കൊടുത്തു തീർത്ത് ധനകാര്യ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൽ അഭിപ്രായം വരുന്നത്. എന്തായാലും സർക്കാരിന്റെ ഓരോ അവകാശവാദങ്ങൾക്കും പിന്നിലും ഒരു അനേകം ജനങ്ങളുടെ കണ്ണീരുണ്ട് എന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഓരോ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്.